1986 ചിയേഴ്സ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ടി കൊച്ചുമോൻ നിർമ്മിച്ച് ദാമോദർ തിരക്കഥയെഴുതി മോഹൻലാൽ, സുരേഷ് ഗോപി, കാർത്തിക, മുകേഷ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ വന്ന സൂപ്പർ ഹിറ്റ് സിനിമയാണ് അടിവേരുകൾ. ചിത്രം പൂർണ്ണമായും ലൊക്കേഷനിട്ട് കുളത്തൂപ്പുഴയും പരിസര പ്രദേശങ്ങളിലും ഫോറസ്റ്റ് ഏരിയയിലുമാണ്. ഇപ്രാവശ്യം ഈ സിനിമയുടെ ലൊക്കേഷൻ്റെ വിവരങ്ങൾ, അതായത് 1986 അന്നത്തെ ലൊക്കേഷൻ, ഇപ്പോഴുള്ള മാറ്റങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലെത്തിയത്. ഹലോ ഗായ്സ്, ഞങ്ങളിത് കുളത്തൂപ്പുഴയാണ് കേട്ടോ. നമ്മളിവിടെ ഇന്ന് പ്രാവശ്യം വന്നത് നമ്മുടെ നിവാസ് പറഞ്ഞിട്ടാണ്. കാര്യം നിവാസ് കുറേ ദിവസമായിട്ട് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് മോഹൻലാൽ നായകനായ 1986 ഷൂട്ട് ചെയ്ത അടിവേരുകൾ എന്ന സിനിമ ഈ ഒരു സ്ഥലത്ത് വെച്ചാണ്. അതിൻ്റെ ലൊക്കേഷനിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അതായത് അന്ന് 1986 ഷൂട്ട് ചെയ്ത ആ ഒരു സിനിമയുടെ ലൊക്കേഷൻ്റെ റീലോഡ് നമ്മൾ ഇപ്രാവശ്യം ഒന്ന് ചെയ്യുകയാണ്. ആ സ്ഥലങ്ങളും ആ ഭാഗങ്ങളും എല്ലാം ഒന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അവിടെ പ്രത്യേകിച്ച് ഈ വീഡിയോ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ മോഹൻലാൽ ഫാൻസാണ്. ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം. മോഹൻലാൽ നായകനായ അടിവേർ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ കുറച്ച് സ്ഥലങ്ങളുടെ കാഴ്ചകളും വിശേഷങ്ങളും ഉൾപ്പെടുത്തി ഒരു വീഡിയോ വരികയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്തില്ലേ? ഇന്ന് 2020 മറക്കണ്ട. കാരണം 1986 റിലീസ് ചെയ്ത സിനിമയാണ്. അതെ, ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. എന്നാലും ആ സ്ഥലങ്ങൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? പ്ലീസ് വാച്ച് വീഡിയോ. നിൽക്കുന്ന ഈ ഒരു സ്ഥലമുണ്ടല്ലോ, അന്ന് മോഹൻലാലും മുകേഷും അതുപോലെ തന്നെ നമ്മുടെ കുണ്ട്ര ജോണിയൊക്കെ അവിടുന്ന് ലോറിയിൽ വന്നിട്ട് ഇവിടെ ഈ ഒരു സ്ഥലത്താണ് അതിന് അടി ഉണ്ടാക്കുന്ന കുറേ സീനുകൾ ഇവിടെ. അതുപോലെ തന്നെ ആ ഒരു ബിൽഡിങ് ഇപ്പോഴും അതുപോലെ തന്നെ ഇവിടെ നിൽപ്പുണ്ട്. ഒരു മാറ്റവുമില്ല. പക്ഷേ ബിൽഡിങ്ങിലുള്ള ഒരു മാറ്റം തന്നെ, നേരത്തെ ഇത് ഓടായിരുന്നു, ഇപ്പോൾ ഷീറ്റ് അതുപോലെ തന്നെ മാർബിളൊക്കെ കെട്ടി അടിപൊളിയാക്കിയിട്ടുണ്ട്. ഒരുപാട് നൊസ്റ്റാൾജിക് രംഗങ്ങൾ ഈ ഒരു സ്ഥലത്ത് ചിത്രീകരിച്ചുകൊണ്ട് അടിവേരുകൾ എന്ന സിനിമയ്ക്ക് ഒരുപാട് ആ സിനിമയുടെ വിജയത്തിന് ഒരു പ്രധാന പങ്ക് വഹിച്ച ഒരു ഫോറസ്റ്റ് ഓഫീസാണ് നമ്മൾ ഈ നിൽക്കുന്ന ഒരു സ്ഥലം. ഇനി നമ്മൾ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെ ഒരു ഈ സിനിമയുടെ മർമ്മപ്രധാനമായ മറ്റൊരു സ്ഥലമുണ്ട്. ഇതിൻ്റെ ഒരു ബംഗ്ലാവ് ഇതിനടുത്തുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ നിവാസൊക്കെ ഇവിടെ എത്ര കിലോമീറ്റർ ദൂരം ഉണ്ടാവും? ഇവിടുന്ന് ഏതാണ്ട് ഒരു കുറച്ച് പോയാൽ മതി. ബംഗ്ലാവ് നിന്ന സ്ഥലത്തെത്തി. പക്ഷേ ഇവിടെ ബംഗ്ലാവ് ഒന്നുമില്ല. വളരെ പഴക്കമുള്ള ഒരാൾ നമുക്ക് ചോദിക്കാം. എന്നാൽ ഇപ്പോൾ നേരത്തെ ബംഗ്ലാവ് ഉണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത്? ഉണ്ടായിരുന്നു. ഇതെപ്പോൾ പൊളിച്ചതാണ് ഇത് ബംഗ്ലാവ്? അവർ സ്റ്റുഡിയോക്കാർ പോയപ്പോഴേ നഷ്ടപ്പെട്ടു പോയി. അതിലെന്താ സ്റ്റുഡിയോ ഇട്ട് തന്നെ ബംഗ്ലാവ്? അല്ല, ഈ ഷൂട്ടിങ് പിടിച്ചില്ലേ ആ സമയത്ത് അപ്പോഴേ അവർ ഇവിടുന്ന് ഇളകിപ്പോയി. അപ്പോൾ എല്ലാ കാറ്റൊക്കെ അടിച്ച് ഇല്ലാമാക്കി കളഞ്ഞിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ആ സിനിമയ്ക്ക് വേണ്ടി മാത്രം സെറ്റിട്ടാണെന്നാണ് അവർ പറയുന്നത്. ഈ ഒരു സ്ഥലം വലിയൊരു ബംഗ്ലാവിൻ്റെ ഒരു മോഡൽ അവരുണ്ടാക്കി ആ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഈ ഒരു സ്ഥലം. ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റായിട്ടുള്ള സ്ഥലം മാത്രമാണ്, ബംഗ്ലാവായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. കുറേ തടികൾ ഇവിടെ കിടപ്പുണ്ട്. അത് മാത്രമാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. പൈസ ഉണ്ട് പേജ്. എവിടെയാണ് താമസിക്കുന്നത്? കല്ലുവട്ടം. ഇവിടെ അടുത്ത് തന്നെയാണ്, 1 കിലോമീറ്റർ അടുത്താണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി ഇപ്പം നമുക്ക് ആ ഒരു ഏജിൽ നിന്നുള്ള ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരാളെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം കാണാൻ ഇങ്ങനെയാണ്. ഇപ്പം ഇവിടെ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ആകെ ഒരു തടികളും മാത്രമാണ് ഈ ഒരു സ്ഥലത്ത്, ഈ ഫോറസ്റ്റ് ഏരിയയിൽ നിൽക്കുന്നത്. പിന്നെ അവിടെ ആ ഒരു ബിൽഡിംഗ് എന്തുവാണ്? ആ കാണുന്ന ബിൽഡിംഗ് അത് ഇപ്പോൾ ടെക്നിക്കൽ സ്കൂളായിരുന്നു. അതിപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് പഠിത്തമൊന്നുമില്ല. ടെക്നിക്കൽ സ്കൂളാണ്. അത് നേരത്തെ ഈ സിനിമ വരുന്ന സമയത്ത് ആ സ്കൂളൊന്നുമില്ല. ഇവിടെ ഒരു ബംഗ്ലാവും ഉണ്ടായിരുന്നു, കാണാമായിരുന്നു.
ഇതുപോലെ കെട്ടിയിട്ടില്ല. ഇവിടെ ജമുനാപ്പരയിൽ ആട് നിൽപ്പുണ്ടോ? ആ ചെവി ഉണ്ടോ? നല്ല രസമുണ്ട് കാണാൻ അല്ലേ ആടിന്. 2 ആട് നിൽപ്പുണ്ട്. അതിൽ ഒരെണ്ണം ആടിൻ്റെ നല്ല അടിപൊളി ക്യൂട്ട് ആട്. മച്ചാനെ ഹായ് ആടേ. ഇതൊക്കെ ആ ഒരു കാലത്ത് പച്ചപ്പായിരുന്നില്ലേ? പച്ചപ്പായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ പച്ചപ്പായിരുന്നു. ലാലേട്ടൻ നമുക്കറിയാം ആ ഒരു ഇതിനകത്ത് കിടന്നുകൊണ്ട് ഓടക്കൂടിയൊക്കെ പിന്നെ വായിച്ചത് ഇവിടെ വെച്ചായിരുന്നു ലാലേട്ടൻ. ആ ഒരു സീൻ എടുത്ത സ്ഥലമാണത്. വഴിക്ക് നമ്മൾ ആ ഷൂട്ട് ചെയ്ത സ്ഥലത്തിൻ്റെ ഒത്തിരി ഇപ്പുറത്തായിട്ട് അന്ന് കണ്ട ആ ഒരു മരമാണ് കാണുന്നത്. ഇന്ന് ഇത്രയും മരം ഈ റോഡ് സൈഡിലാണ് ഈ മരം സ്ഥിതി ചെയ്യുന്നത്. ആ തടിയിൽ ഇപ്പോൾ അതുകൊണ്ട് ആ ഒരു സൈഡിലാണ് കണ്ട. ഇവിടെ നല്ല ചെറിയ ബോർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടുന്ന് കണ്ടതിന് ആ തൊട്ടപ്പുറത്താണ് നമ്മൾ ആ ഷൂട്ട് ചെയ്ത ഫോറസ്റ്റ് ഓഫീസ്. അന്ന് ഈ മരം എത്രയുള്ളതെന്ന്, പക്ഷേ ഇന്ന് ഈ മരം കണ്ടോ ഇത്രയും വലിയ മരമായിട്ട് മാറിയിട്ടുണ്ടോ? ആ റോഡ് സൈഡിൽ കാണുന്ന ആ മരമാണ്. അടിപൊളി ലൊക്കേഷൻ തന്നെ. കാര്യം വെച്ചാൽ വാഹനങ്ങൾ വരുമ്പോൾ ആ ഒരു അടിപൊളി ഒരു സൈറ്റാണ് ഈ ഒരു സ്ഥലം. വാഹനങ്ങൾ പോകുന്നത് കാണാനും ഷൂട്ടിങ്ങിന് പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. ഇനി എവിടെ ഉണ്ട് അടുത്ത സ്ഥലം അണ്ണാ? ഇനി ഷൂട്ട് ചെയ്ത സ്ഥലം പെരമ്പോക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് മുകേഷിന്റെ കാമുകി താമസിച്ച ആ ഒരു സ്ഥലം നമുക്ക് തീർച്ചയായിട്ടും കാണാം. നമ്മളിപ്പോൾ പുറമ്പോക്കിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് താണ്ട് ഈ കാണുന്ന റോഡുണ്ട്. ഇവിടുന്ന് റൈറ്റ് പോകുമ്പോൾ പുറമ്പോക്കാണ്. ഇവിടുന്ന് താണ്ട് ഒരു കുറച്ച് ചെറിയ കെട്ടിടങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ചെറിയൊരു റോഡാണ്. ഇവിടെയൊക്കെ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അന്ന് ഷൂട്ട് ചെയ്ത ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് ഇവിടെ കാടായിരിക്കാനേ സാധ്യതയുള്ളൂ. ഇപ്പോഴേ അതേപോലെയൊക്കെ ഏകദേശമൊക്കെ ആ നൊസ്റ്റാൾജിയ പോലെ തന്നെ കുറേ സ്ഥലങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. കുറേ കുഞ്ഞു വീടുകളാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത്. മുകേഷിന്റെ കാമുകി ആ സിനിമയിൽ താമസിച്ചിരുന്നു ഒരു വീട്. ആ വീട് ഏതാണെന്ന് അമ്മയ്ക്കൊന്ന് പറയാം. മരിച്ചു. അത് ഏത് വീടായിരുന്നു? ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആ സിനിമ കാണാം. അല്ല അമ്മച്ചി ആ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വല്ലതും കണ്ടിട്ടുണ്ടോ? ഇവിടെ കണ്ടത് ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട അച്ഛനുണ്ടായിരുന്നു. ആ സിനിമയിലും ഉണ്ടായിരുന്നു. സീനായിരുന്നു. ഓർമ്മയുണ്ടായിരുന്നെങ്കിലോ? ആ ഒരു ഇല്ലാന്ന് പറയുന്നത് ചോദിച്ചത് ഈ ഭാഗത്തായിരുന്നു. ലാലേട്ടൻ അടി കൊണ്ട് വീണ് ഇവിടെ കിടക്കുന്ന ആ ഭാഗത്തായിരുന്നു. കണ്ട ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇപ്പോൾ അവിടെ നിന്നും പറയാം, നമ്മളിങ്ങനെ കാണിക്കുന്നത് വെച്ച് നിങ്ങളെ പറ്റിക്കൊന്നുമല്ല, കറക്റ്റ് സ്ഥലമാണ് ഞങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടിവേരുകൾ എന്ന സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ അന്നത്തെ കാഴ്ച, അന്നത്തെയും ഇന്നത്തെയും ചെറിയ കുറച്ച് മാറ്റങ്ങളാണ് ഇപ്രാവശ്യം നിങ്ങളുടെ മുമ്പിൽ എത്തിയത്. അപ്പോൾ വീഡിയോ കാണുവാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ അടുത്തടുത്തുള്ള വീഡിയോകൾ വരുന്നുണ്ട്, കാത്തിരിക്കുക. അടിവേരുകൾ എന്ന ഈ സിനിമയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ